Hi, today we are going to discuss about frictional force. In cheerier classes, say like 9th and 10th, you have heard about friction and you know friction force can act in a idea. Obviously, but still, hope so. Say like idea, just move on. Otherwise, you will get an idea as this class goes. Okay, don't need to think a lot about we'll get a clear idea in this section. Okay. Now what exactly is frictional force? When an object moves or tends to move over another object at that particular time at the contact surface, a force is developed. That particular force is known as frictional force or friction. It's an opposing force. ഏതൊരു ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ വേറൊരു ഒബ്ജക്റ്റിൻ്റെ മേളിൽ കൂടെ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ ഫ്രിക്ഷൻ. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. Okay, even say like if I am taking something, ഞാൻ കൈ കൊണ്ട് എന്തെങ്കിലും എടുക്കുകയാണ്, കൈ it's not smooth. Whatever objects we are having in our house, right, that is not smooth actually. Even we feel it like it's smooth, it's not actually smooth. അത് കുറേ റഫ്നെസ് ഉണ്ട് അതിനകത്ത്. കുറേ നമ്മുടെ കൈ തന്നെ എടുത്ത് നോക്കിയാൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സ്മൂത്ത്. അവിടെ റഫ്നെസ് ഉണ്ട്. അവിടെ ഞാനിപ്പോൾ രണ്ട് ഓബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, രണ്ട് ഓബ്ജക്റ്റിന് കോൺടാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ രണ്ട് ഓബ്ജക്റ്റ് റഫ്നെസ് ഉള്ള രണ്ട് ഓബ്ജക്റ്റ് ഇപ്പോൾ അതിൻ്റെ കോൺടാക്ട് വരുമ്പോൾ അതിനകത്ത് കുറേ ഗ്രൂപ്പ്സ് കാണും, അപ്സ് ആൻഡ് ഡൗൺസ് കാണും കുറേ. അപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഇൻ കോൺടാക്ട് വരുമ്പോൾ ദാറ്റ് ദെയർ ഫോംസ് ആൻ ഇൻ്റർലോക്കിംഗ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻ്റർലോക്കിംഗ് ഫ്രിക്ഷൻ കൂടും. ദാറ്റ് ഇൻ്റർലോക്കിംഗ് കാരണമാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. എത്രമാത്രം റഫ് ഒരു സർഫസ് ആണ് അത്രമാത്രം ഫ്രിക്ഷൻ കൂടും. Okay, fine. You are getting a clear idea, I think. And like നമ്മൾ പണ്ടത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പണ്ട് പറയാറുണ്ട് ഫയർ ഉണ്ടാക്കിയത് രണ്ട് കല്ല് ഉരച്ചിട്ടാണ് ഫയർ ഉണ്ടാക്കിയത് അല്ലേ. ഫയർ ഉണ്ടാക്കാനും അതിൻ്റെ ഫണ്ടാന്ന് പറയുന്നത് സെയിം ആണ്, ഫ്രിക്ഷൻ. നമുക്കറിയാം നോർമലി വാട്ട് ഹാപ്പൻസ് ഓവർ ദെയർ വെൻ വി റബ് ടു സ്റ്റോൺസ്, കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ആ ഹീറ്റ് എനർജി കൊണ്ടിട്ടാണ് ആ ഫയർ ഉണ്ടാകുന്നത്, റൈറ്റ്. പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ കൈനറ്റിക് എനർജി, എങ്ങനെയാണ് ആ കൈനറ്റിക് എനർജി ഉണ്ടായത്? Kinetic energy is being generated due to this friction. Our roughness, our kalinde roughness karanamana, we got a friction down there, and because of the friction, kinetic energy comes into play, and because then that kinetic energy is being converted into this heat energy. Even simple or case പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും friction force എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത്. We are walking around in the road or in a plane, എവിടെയാണെങ്കിലും നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ വീഴാതെ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ കാരണം മാത്രമാണ് നമ്മൾ വീഴാത്തത്. ഇഫ് സേ ലൈക്ക് നമ്മളൊരു സ്ലിപ്പറി അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലോറിൽ നമ്മൾ കുറച്ച് ഓയിൽ കിടക്കുന്നു, എല്ലാ ആൾക്കാരും പറയണ്ട അവിടെ മറിഞ്ഞടിച്ച് വീഴും. ഓക്കെ, ബിക്കോസ് ഓൾ നോസ് ലൈക്ക് ഒരു ഓയിൽ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഓയിൽ അതേപോലെ ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഒബ്വിയസ്ലി യു നോ ദാറ്റ് ദേ ആർ ലൂബ്രിക്കൻസ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലൈറ്റ് ബിറ്റ് ഒരു ഓയിലോ അങ്ങനെ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർലോക്കിങ്സിൻ്റെ സർഫസ് ലൈക്ക് അതിൻ്റെ ആ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം പ്രോപ്പർലി ഫിൽ ആവും ഈ ഒരു ഓയിൽ വെച്ചിട്ട്. അത് കാരണമാണ് സ്ലിപ്പാവുന്നത്. ഓക്കെ, അതർവൈസ് നമ്മളിപ്പോൾ ഒരു ട്രക്കിങ്ങിന് പോകും ഓർ ഫുട്ബോൾ കളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ട്രക്കിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു നോർമൽ ഒരു ഷൂസ് അല്ലായിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉള്ള ഒരു ഷൂസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. ബിക്കോസ് വി നോ ലൈക്ക് സോ മെനി ഹിൻഡ്രൻസസ് വിൽ ബി കമ്മിങ് ഇൻ ബിറ്റ്വീൻ സോ മെനി സ്ലിപ്പറി സർഫസ്, അതൊക്കെ വേണം. അപ്പോൾ ദാറ്റ് മച്ച് ഗ്രിപ്പ് വി നീഡ് ടു ഗെറ്റ്. That's why we will use that type of a material. So I need to tell here, say like frictional force certainly depend upon the type of material what we use there. Okay, another example what I was telling was like the football thing. Say like ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ, they will be using a boot. It is not a flat surface down there. Our shoes in really it's not flat. They do have some stud sort of a thing. ഒരു ഇങ്ങനെ കട്ട പോലെ ഒരു സർഫസ് ഉണ്ട്. That is because they need to get an extra grip over there in that court. Our extra grip കിട്ടണം. That is why they are using this boot. Without this boot, they are not being allowed in the ground.
Okay, അപ്പോൾ അങ്ങനെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് കംസ് ഇൻ ടു പ്ലേ വെയറെവർ വി ഗോ ഇറ്റ്. ഈവൻ സേ ലൈക്ക് ഒരു വെഹിക്കിൾ റോഡിൽ കൂടെ മൂവ് ചെയ്യണം. ഇഫ് ദാറ്റ് വെഹിക്കിൾ ഈസ് മൂവിങ് ഇൻ എ റോഡ് മീൻസ് certainly ഒരു സ്ലിപ്പ് വരാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടയറിൻ്റെ ആ ഒരു സർഫസ് വേർ ഇറ്റ് ഈസ് മൂവിങ് ദർ ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു ആക്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോട്ട് സ്ലൈഡിങ് ഓഫ് ഫ്രം ദി സർഫസ്. ഗെറ്റിംഗ് അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ നമുക്ക് ഒരു ഗ്രിപ്പ് നമ്മൾ ആ ഒരു ടയർ ഗ്രിപ്പൊക്കെ കുറയുമ്പോൾ അല്ലെങ്കിൽ തേഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് ആ ടയർ മാറ്റും, സ്ലിപ്പാവും. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് അത് ടയർ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാർഡ് ഗ്രിപ്പ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു വോണ്ട് ഗെറ്റ് ഇനഫ് ഫ്രിക്ഷൻ സോ ദാറ്റ് യു ക്യാൻ ഫോൾ ഡൗൺ. Okay, so this is how frictional force comes in our day-to-day life, and this is where we നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. It definitely helps us a lot here in our day-to-day life. You are getting it, right? So ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം മൈ ടൈം ഓൺവേർഡ്സ് ഓക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടംപോലെ ചിലക്ക് ഒരു അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 10 മാർക്സിൻ്റെ എസ് ഓർ ലൈക്ക് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 10+4 14-15 മാർക്സിന് ഫ്രിക്ഷനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് സോ ഈസി ഫോർ യു ടു സ്കോർ ഗുഡ് മാർക്സ് ഡൗൺ ദർ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ട്രിക്കി തിങ് ആസ് ഇറ്റ് ഓൾ. It's quite easy. Only thing you need to look here is some like ഒരു ഫോഴ്സ് മെക്കാനിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓബ്ജക്റ്റിൽ എവിടെയൊക്കെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഓബ്ജക്റ്റ് ആ ഒരു ഫോഴ്സസ് എല്ലാം ആ ഓബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പ്രോപ്പർ ഐഡിയ മീൻസ് then it's very easy. Just resolve those forces, get the answer, get the mark. That's what. So അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കണം. ഡീപ്പായിട്ട് നോക്കുക വെച്ചാൽ യു ഡു ഹാവ് എ ഫ്യൂ എക്സസൈസ്. അപ്പോൾ ആ ഒരു എക്സസൈസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ളത്. സോ ഡോണ്ട് ബി ലൈക്ക് ഓവർ കോൺഫിഡൻറ്റ് ആവുന്നു. ഒരു സർട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഈ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ രീതിയിലൊക്കെ കിട്ടുമെന്നുള്ളത് ആ ഒരു ജനറലായിട്ട് നിങ്ങൾ നോക്കുക. ഇറ്റ് വിൽ ബി സോ ഗുഡ് അറ്റ്. Okay, now moving further, frictional force, there are two types of frictional force. Okay, one is dynamic friction and another one is static friction. Now for static friction, static friction is the friction which comes into play while an object just starts to move. Or object just start ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സിനെയാണ് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. Okay, now what is now dynamic friction? You can just imagine when an object moves at that particular time, what all friction comes into play down there, that is known as dynamic friction. Clear? These two things, frictional, like friction type of frictions, that is one is your static friction and another one is your dynamic friction. ഓക്കെ ഫൈൻ. നമ്മൾ ഇനി കുറേ എന്ന് വെച്ചാൽ ചില ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ രണ്ട് വിധത്തിൽ നമ്മളൊരു ഓബ്ജക്റ്റിനെ റിസോൾവ് ചെയ്യാൻ പഠിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനകത്ത് ഒരു സിമ്പിൾ ഒരു നോർമൽ ഒരു ബോഡി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാറ്റ് ബോഡി ഇഫ് ഇറ്റ് ടെൻഡ്സ് ടു മൂവ് എങ്ങനെയൊക്കെയാണ് ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പഠിക്കണം. Okay, then the second case is when that same object is put in an inclined plane with a definite angle. ഒരു ആംഗിളിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ് എങ്ങനെയൊക്കെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നത്. These two things are so important in this section. Okay, it's quite a bit easy as I told. Now നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കേണ്ടതെന്ന് ഞാൻ ജനറലി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഫ്രിക്ഷൻ ഫോഴ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഒരു ഓബ്ജക്റ്റ് അത് മൂവ് ചെയ്യാൻ ജസ്റ്റ് ഇമാജിൻ ഇൻ ദിസ് വേ. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു വാൾ നമ്മളെ ചെമറിൽ നമ്മൾ പുഷ് ചെയ്യും. ഇഫ് യു ആർ പുഷിങ് ആ വാൾ വോണ്ട് ബ്രേക്ക് ആൻഡ് ലൈക്ക് വാൾ അങ്ങോട്ട് വീഴാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാള് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാളെന്ന് പറയുന്നത് തിരിച്ചെനിക്ക് അതേ ഈക്വൽ ഫോഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
എന്നാലേ റിസോൾവ് ചെയ്യാൻ കുറച്ച് ഈസി ആവത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു കാര്യം. ഓക്കെ, അങ്ങനെ എന്നിട്ട് ഒരു ഓബ്ജക്ട്സ് ഞാൻ ഇപ്പം ഞാൻ പുഷ് ചെയ്തപ്പോൾ അത് മൂവ് ചെയ്യുന്നില്ല. ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ ഐ പുഷ് ഹാർഡർ ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. എഗെയിൻ ലിറ്റിൽ മോർ ഹാർഡർ, പിന്നെയും ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് അപ് ടു എ മാക്സിമം വാല്യൂ വിച്ച് ഇറ്റ് കാൺട്ട് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ്. പിന്നെയും ഞാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ it goes down, way down, and this object starts to move. Okay, now നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഇത് ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കാം. ഈ ഒരു കേസിൽ ഓബ്ജക്റ്റ് മൂവ് ചെയ്തിട്ട് അത് ഇവൻച്വലി ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം വാട്ട് ഓൾ ഹാപ്പൻസ് ടു ദിസ് പെർട്ടിക്കുലർ ബോഡീസ് ലൈക്ക് ഫ്രിക്ഷണലിൻ്റെ കേസിൽ. ഓക്കെ, ആദ്യമൊക്കെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര നെഗ്ലിജിബിൾ ആയിരുന്നു വൈൽ ദ ഒബ്ജക്റ്റ് വാസ് മൂവിങ്. ദെൻ ലേറ്റർ ഓൺ അത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഇവൻച്വലി അത് പതുക്കെ ഫ്രിക്ഷൻ കൂടി ഒരു മാക്സിമം പോയിന്റിലെത്തും. പിന്നെയും നമുക്ക് ആ ഒരു ഓബ്ജക്റ്റ് ഫർദർ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ വി നീഡ് ടു പുട്ട് ആൻ എക്സ്ട്രാ എഫേർട്ട് ഓൺ ടു ദാറ്റ് പെർട്ടിക്കുലർ ബോഡി ടു മൂവ് ഇറ്റ്. സോ ടു ഓവർകം ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് മേക്ക് ദിസ് ഓബ്ജക്റ്റ് മൂവ്. റൈറ്റ്, ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. വൈൽ this object just starts to move, ഈ ഒരു ഓബ്ജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി മാക്സിമം. റൈറ്റ്, വി കോൾ ഇറ്റ് ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, F max. Okay, limiting friction, the maximum friction which acts on that particular body when that particular object just starts to move or tends to move. Right, got an idea I think. Now നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപോലെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് രണ്ട് കേസാണ് നമുക്ക് നോക്കാനുള്ളത്. വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദ അതർ വൺ ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് പുട്ട് ഓൺ എ സ്ലോപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ, ദെൻ ഹൗ കം ദീസ് ഫോഴ്സ് ആക്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ബോഡി. നമുക്ക് ഓരോരോ കേസായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഹൊറിസോണ്ടൽ ടു ദി സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഓൾ ഫോഴ്സസ് കംസ് ഇൻ ടു ആക്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ബോഡി. Okay, so the first force which comes into play is obviously താഴേന്ന് മേളിലോട്ട്, അല്ലല്ലേ, മേളിലൊന്ന് താഴോട്ട് ഒരു ഫോഴ്സ്, that is obviously weight. Right, that is weight is nothing but mass into gravity, mass into gravitation. Okay, that is mg. Fine, so that is our weight which acts vertically downwards through its center of gravity. Okay, which acts vertically downwards through the center of gravity. That's what. The next force which comes into play over here is our normal reaction which acts perpendicular to the plane. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. That is why the Rn is equal to mg. Why? I will tell you the reason why it is. So like നമ്മളൊരു വലിയ റോക്ക് ഇരിപ്പുണ്ട്. We are trying to push that one. Okay, we are trying to push that rock to make it move. ഇപ്പം നമ്മൾ അത് പുഷ് എത്രമാത്രം നമ്മൾ എഫേർട്ട് കൊടുത്തിട്ടും ഇഫ് ദാറ്റ് റോക്ക് ഈസ് നോട്ട് മൂവിങ് മീൻസ് അതിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ എത്രമാത്രം ഫോഴ്സാണോ ആ റോക്കിൽ കൊടുത്തത്, തിരിച്ച് ആ റോക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് നമുക്ക് തിരിച്ച് തരുന്നുണ്ട്. ഓക്കെ, അത് ആ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആണ്, എന്നിട്ടത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ്സ് വൈ വി കാൺ ഏബിൾ ടു മൂവ് ദാറ്റ് പെർട്ടിക്കുലർ റോക്ക് അൺടിൽ ആൻഡ് അൺലെസ് നമ്മളൊരു മാക്സിമം ഫോഴ്സ് വിച്ച് ദാറ്റ് റോക്ക് കാൺ വിത്ത്സ്റ്റാൻഡ്, അല്ലെങ്കിൽ തിരിച്ച് ആ റോക്ക് തരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ആ റോക്ക് ഫർദർ മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഡൗൺ ഹിയർ നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റിനകത്ത് എം ജി എന്ന് പറയുന്ന വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഈ സർഫസ് ഒരു ഫോഴ്സ് അതിലോട്ട് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ആർ നോർമൽ റിയാക്ഷൻ വിച്ച് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ. Okay, so definitely that normal reaction would be equal to the weight. So that's why I wrote it there. Rn is equal to mg. Fine. So now I'm giving an external force F. When I'm giving this particular force, definitely this particular body will tend to move. Okay, so obviously you know when this object tends to move, at that time
friction comes into play down there, right? Okay, so down here frictional force comes into play at the contact surface between these two bodies. ഈ ഒരു സർഫസും നമ്മളെ ഈ ബോഡി ആയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ. നൗ വൺ തിങ് വി നീഡ് ടു ഡിസ്കസ് ഹിയർ ഈസ് ഓക്കെ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കുറിച്ച് ഒരു എന്തുകൊണ്ട് റിലേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. നമ്മളെ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ to the normal reaction. It is somewhat like a experimental thing. Okay, so here in between it's a proportionality sign, right? So to make it equal, okay, we know that in our max we will multiply with a constant. So F is equal to mu into Rn. So now what is mu? That is something which we need to look here. That's a Greek letter known as mu, and it is called as coefficient of friction. Now coefficient of friction doesn't have any dimension. It is, I have already told you, it is just purely an experimental thing. Okay, we have been found out and we do have it. That's what. Okay, fine. So now I think you are clear with what exactly mu is. Now mu also can be distinguished into mu s and mu k. Now what is this mu s? Mu s is nothing but static coefficient of friction, and mu k is kinetic coefficient of friction. I have been earlier discussed about static friction and dynamic friction, right? So in the same way here it is static coefficient of friction and dynamic coefficient of friction. Now static coefficient of friction comes into play when and that particular objects break it loose. When that particular object break it loose or get it going, at that particular time it comes into play. വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഓക്കെ ആ സമയത്താണ് നമ്മൾ സ്റ്റാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ ഒരു കാര്യം അറിയാം, അപ്പോൾ പിന്നെ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും എന്ന് വെച്ചാൽ കൈനറ്റിക് എന്താണെന്നുള്ളത്. മീൻസ് ടു കീപ്പ് ഇറ്റ് ഗോയിങ്. ഓക്കെ, ഒരു വർഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ കൈനറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ ഓബ്ജക്റ്റ് മൂവിങ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്നതാണ് കോഎഫിഷ്യൻ്റ്, കൈനറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഹിയർ വൺ തിങ് ഈസ് സോ ക്ലിയർ that mu s, that means static coefficient of friction, is always greater than mu k, kinetic coefficient of friction. So static coefficient of friction is always greater than kinetic coefficient of friction, right? Okay, now I have told you like രണ്ട് കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Now the second case we are gonna look at. ആ ഒരു കേസ് നമ്മൾ നോക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ I just need to find what is the value of mu down here. മ്യൂവിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Okay, fine. So what I'm gonna do here is I am putting this object in a particular slope at an angle alpha. Okay, fine. So I have kept this object at a particular angle alpha. നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഒരു ലൈക്ക് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നമുക്ക് വി ജസ്റ്റ് നീഡ് ടു സീ ഓക്കെ എങ്ങനെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ സ്ലോപ്പിലിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, സോ ഇപ്പം ഈ ഒരു ബോഡി ഇപ്പോൾ ഈ ഒരു സ്ലോപ്പിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് ഒബ്വിയസ്ലി വിച്ച് കംസ് ഇൻ ടു ആക്ട് ഡൗൺ ദർ ഈസ് ആർ വെയ്റ്റ് mg. There is no doubt about that, right? mg, which acts vertically downwards through the center of gravity. Our plane vechitilla, it just acts vertically downwards through the center of gravity. Okay, fine. So down here the next force comes into play is as in the previous case, that is a normal reaction, Rn. Is it? That is a normal reaction which comes into play. But the point here we need to think is our previous case mg was equal to Rn because അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം
നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആക്സിസ് ഇപ്പം ഈ ഒരു ഓബ്ജക്റ്റിനെ വൈസ് നമ്മൾ ഇങ്ങനെയാണ് ആക്സിസ് എടുക്കുന്നത്. ദിസ് ഇസ് ദ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ വൈ ആക്സിസ്. സോ അങ്ങനെ വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എം ജി ഈസ് നോട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എക്സ് ആക്സിസിലും അല്ല വൈ ആക്സിസിലും, ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്, റൈറ്റ്? ബട്ട് ആർ എൻ ഈസ് ഇൻ ദ വൈ ആക്സിസ്. സോ അപ്പോഴും നമുക്കറിയാം ലൈൻ ഓഫ് ആക്ഷൻ രണ്ടിൻ്റെയും ഒന്നല്ല. സോ ദാറ്റ്സ് വൈ ആർ എൻ ഈസ് നൗ നോട്ട് ഈക്വൽ ടു എം ജി. ഫൈൻ. എന്നിട്ട് നമുക്കറിയാം ഈ ഒരു ഓബ്ജക്റ്റ് സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ടെൻസ് ടു മൂവ് ഡൗൺവേർഡ്സ്. Okay, so a frictional force will be definitely acting opposite to that. Fine. So that is FF is the frictional force. Now what I'm gonna do next is I'm gonna rearrange these forces according to the axis. I'm making this Rn comes over here, my weight over here, and my force, frictional force down here in the x-axis. So I have taken this, as I told you, I have taken this as my x-axis and this as my y-axis. Okay, fine. Now over here what we need to do next is now this mg is in between namala x-axis inde y-axis inde edakkanu. So there is a vertical component as well as an horizontal component rendu undalle. Appo we need to first resolve or decompose this weight into two components. For that sake നമുക്ക് ഇവിടുത്തെ ആംഗിൾ അറിയാം. ഈ ഒരു ആംഗിൾ വി നീഡ് ടു ഫൈൻഡ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഇവിടെ ആൽഫയാണെന്നറിയാം. സോ നമ്മൾ ഈ ഒരു ട്രയാങ്കിളും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് വൺ. അത് നമ്മൾ അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തി മനസ്സിലാവും. ഓക്കെ, സോ ദിസ് പെർട്ടിക്കുലർ ആംഗിൾ ബിക്കംസ് ആൽഫ. Right, this particular angle become alpha. So then the next things are so easy. Okay, അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ just simple ആണ്, നമുക്ക് റിസോൾവ് ചെയ്യാം. One, this vertical thing comes to say like mg cos alpha വരും. എന്നിട്ട് x ആക്സിസിൽ കിടക്കുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ mg sin alpha വരും. So now we got all the forces in that particular axis. Now we just need to write only the equation. നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ Rn എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റും. Rn is equal to mg cos alpha, because ഇപ്പം അറിയാം നമ്മൾ ആ ലൈൻ ഓഫ് ആക്ഷനും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Rn is equal to mg cos alpha. ഫൈൻ. നമുക്ക് ഇനി അടുത്ത ഇക്വേഷൻ എഴുതാം. mg sin alpha minus frictional force that is equal to 0. നമ്മൾ FF, നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു. FF is directly proportional to what? ആർ നോർമൽ റിയാക്ഷൻ. എന്നിട്ട് ആ ഒരു പ്രപ്പോർഷണലി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എൻ എന്ന് എഴുതി, റൈറ്റ്? സോ ഹിയർ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ എം ജി സൈൻ ആൽഫ മൈനസ് മ്യൂ ആർ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സാധനം എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് മ്യൂ. ദാറ്റ്സ് വൈ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് FF മ്യൂ ആർ എൻ ആയിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. Okay, now what is the value of Rn down here? Rn is equal to mg cos alpha. So substituting over here, mg sin alpha minus mu mg cos alpha is equal to 0. mg got cancelled, right? And mu becomes tan alpha. Fine. So this is what we have ultimately got. Okay, at the end of the day. So ഇതെന്താണ്, ഈ ഒരു ഇക്വേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദി ഫസ്റ്റ് തിങ് ഈസ് ഈ ഒരു മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഓക്കെ വെയിറ്റ് വരുന്നുണ്ടോ? എം ജി എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടോ? ഇല്ലല്ലേ, എം ജി എന്നുള്ള സാധനം വരുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ്. ഒരു മാസിന് ആ ഓബ്ജക്റ്റ് എത്ര വെയിറ്റ് തന്നെ ആയിരുന്നാലും അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെറ്റീരിയൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടോ, ദി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. സോ ഓരോരോ മെറ്റീരിയലിനും ഓരോരോ ടൈപ്പ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി 0.4, 0.7, 1 point something, that's it goes like that. നമ്മളെ മ്യൂ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ വെയിറ്റ്. ഫൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സ്ലോപ്പിൽ ഒരു വലിയ ലോറി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു കാർ നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നിർത്തിയാലും ഒരു പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ ആംഗിളിലെത്തുമ്പോൾ, ഓക്കെ, ഞാനിപ്പോൾ ആംഗിളിൻ്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. എന്നുവെച്ചാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് വിച്ച് ദി ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ ദി പ്ലെയിൻ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ഒരു സ്ലോപ്പിൽ വെച്ചിട്ട് അത് എപ്പോഴാണോ താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഓർ ജസ്റ്റ് ബിഗിൻസ് ടു കം ഡൗൺ, ദാറ്റ് ക്രിട്ടിക്കൽ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു ലോറിയും ഇപ്പം ഞാനൊരു കാറും ഒരു പെർട്ടിക്കുലർ സ്ലോപ്പിൽ വെച്ചിട്ട് ഇഫ് ഐ ആം പുട്ടിങ് എ ക്രിട്ടിക്കൽ ആംഗിൾ, ലൈക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഞാൻ അവിടെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെക്കുമ്പോൾ അത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് താഴെ എത്തുന്ന രണ്ടും ഏകദേശം ഒരേ സമയത്തായിരിക്കും. That means coefficient of friction don't depend upon how much weight that particular object do have. Fine. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ ഡോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര വലിയ വണ്ടിയാണെങ്കിലും ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഞാൻ ഇപ്പം തന്നെ കേസ് പറഞ്ഞു 2 വണ്ടി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ മാസ് മാത്രമല്ല അതിൻ്റെ ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുന്നത് ട്രക്കിന് കൂടുതലാണ്. എന്ന് വെച്ചാൽ ആ ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടയറാണ്. സോ ദാറ്റ് പെർട്ടിക്കുലർ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. എന്നാൽ പോലും അത് ഒരിക്കലും അത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ ബാധിക്കത്തില്ല. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് ആൾ അബൌട്ട് യുവർ ഫ്രിക്ഷൻ, യുവർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, then what, angle of friction and all those things. So these, I think it is not too much hard for you to understand this friction. I think only thing you need to see here is എങ്ങനെയൊക്കെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, എന്നിട്ട് ഒരു ഓബ്ജക്റ്റ് ഇപ്പോൾ എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഈസ് വെരി സിമ്പിൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വെച്ചാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ഗൈസ് ടു സ്കോർ ഗുഡ് മാർക്സ് in mechanics. Okay, fine. So this was frictional force. Okay, so I hope you don't have any problem with these things till now what I have told you, and if you have some problem means you can get to me. Okay, so that was our class for today.